പാതിരാത്രി നേരത്തെ ആരാന്ന് മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല. ഹലോ, അതെ, അനിയനല്ല അളിയൻ. എന്റെ ഭാര്യയുടെ അനിയനാണ് വിനോദ്. അയ്യോ, ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. എന്താ മണി എത്രയായി? 12 കഴിഞ്ഞു. പാതിരാത്രി 12 മണിക്ക് നിന്റെ അനിയനെ കാണാൻ വേണ്ടി ഞാൻ പുറപ്പെടുവാ. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലോട്ട്. എന്തിന്? കുഴൽപ്പണം കേട്ടിട്ടില്ലേ? 11 ലക്ഷം രൂപയായിട്ടാ പിടിച്ചത്. നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും. അവിടുന്നായാലും മേൽക്കോടതിയിൽ നിന്നായാലും ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാ. സർ, സത്യം പറയാമല്ലോ, അവൻ അങ്ങനെയുള്ള ഒരാളല്ല. ഇതെന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. കൊലപാതകം വരെ പലപ്പോഴും അബദ്ധത്തിൽ പറ്റുന്നതാ. എന്ന് വെച്ച് ഞങ്ങൾ കേസെടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പേരും നമ്പറും തന്നപ്പോ അത് ശരിയാണോന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ. ഗോപിപ്പിള്ള, അവന്മാരുടെ വേഷമൊക്കെ അങ്ങ് അഴിച്ചു വാങ്ങിക്കോ. ലോക്കപ്പില് അണ്ടർവെയർ മതി. നിങ്ങൾ പോയിക്കോളൂ. ഗോപിപ്പിള്ള, ഞാൻ ക്വാർട്ടേഴ്സിലുണ്ടാവും. സർ പ്ലീസ്, ഒരു സെക്കൻഡ് ഞാൻ അവനോടൊന്ന് സംസാരിച്ചോട്ടെ. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ സർക്കാർ സർവീസിലുള്ളതല്ലേ സർ? ഒറ്റ സെക്കൻഡ്. എന്താടാ ഇതൊക്കെ? ഞാനൊന്നും അറിഞ്ഞതല്ല അളിയാ. വണ്ടി കിട്ടാതായപ്പോ ഒരു ലിഫ്റ്റിന് വേണ്ടി കൈ കാണിച്ചതാ. 11 ലക്ഷത്തിന്റെ കുഴപ്പണവും കൊണ്ട് ഈ മഹാഭാവി വരുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ചെന്ന് നോക്കളിയാ. ചാർജ് ഷീറ്റ് എഴുതിയിട്ടില്ല. യഥാർത്ഥ പ്രതിയെ കിട്ടിയ നിലയ്ക്ക് SI ഇപ്പൊ വിചാരിച്ച അയാളെ ഒഴിവാക്കാം. SI വിചാരിക്കൂ? കാണേണ്ട പോലെ കണ്ട എന്ന് വെച്ചാ അത് തന്നെ. പക്ഷെ കോട്ടേഴ്സിൽ പോയി കൊണ്ട് കൊടുക്കണം. നേരം വെളുത്തപ്പൻ അങ്ങനെ അരിച്ചെന്ന് പറഞ്ഞ ഒന്നും നടക്കൂല. എത്ര? 120. ഹായ് ചേച്ചി, ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? നീ എന്നോട് മിണ്ടണ്ട, എന്നെ കാണാനും വരണ്ട. എന്റെ പൊന്ന് ചേച്ചിയല്ലേ. കുഴൽ പണത്തിനോ കള്ളക്കടത്തിനോ എവിടെ വേണേലും പൊയ്ക്കോ. പോട്ടെ വിമലേ, വിട്ടുകളാ. ഷാജിയേട്ടൻ അറിയില്ല ഞാൻ ഇവൻ എങ്ങനെ നോക്കി വളർത്തിയതാണെന്ന്. ഗുരുത്വം വേണോടാ, ഗുരുത്വം. ആ പാവ അച്ഛന് ഒരു ദിവസമെങ്കിലും നീ സമാധാനം കൊടുത്തിട്ടുണ്ടോടാ? അമ്മ ഭാഗ്യം ചെയ്തോളാം. ഇവന്റെ തോന്നിയാസങ്ങൾ കാണുന്നതിന് മുമ്പ് അങ്ങ് പോയില്ലേ? ചേച്ചി, ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? ഒരാളോട് ഒരു ലിഫ്റ്റ് വെക്കുന്നത് തെറ്റാണോ? എനിക്കറിയോ ചേച്ചി, അയാള് കുഴപ്പണക്ക. ഹായ്, ഇത് നമ്മുടെ രശ്മിയിലളിയാ. എടി, നീ അങ്ങ് വളർന്നു വലുതായി നല്ലൊരു സുന്ദരി പെണ്ണായാലോടി. ഞാൻ കാണുമ്പോ ഇവിടെ ഒരു തീപ്പെട്ടിക്കം പോലെ ഇരുന്നിരുന്ന മുറിപ്പാവടക്ക് ഇട്ടിട്ട്. ഇത് ഷോ എന്തൊരു മാറ്റം! എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. അതെ, നേരെ ഒരുപാടായി. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബാക്കിയെല്ലാം നമുക്ക് നാളെ സംസാരിക്കാം. വിമലേ, അവന് മുറി കാണിച്ചോട്, പോയി കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തൈലം തേച്ച് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുളിക്കണം. ഇപ്പഴാ? ആ കുഴൽപ്പണക്കാരൻ ഇടിച്ചു കൂട്ടത്തില് വിവരം കെട്ട പോലീസുകാരന്റെ കൈ എന്റെ ഇവിടെ കൊണ്ടോന്നൊരു സംശയം. എന്നാലും എന്റെ രശ്മി ഇവളെന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ. എന്തൊരു ചേഞ്ച് അത്? നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, പിടിച്ചു നിൽക്കാതെ. നീ ചെന്ന് കുളിക്ക്. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണോ ചേച്ചി? ഈ പാതിരാത്രിക്കോ? എന്റെ അളിയ, ഇന്ന് ഉച്ച കഴിഞ്ഞ പിന്നെ ഒരു തുള്ളി വെള്ളം ഞാൻ കഴിച്ചിട്ടില്ല. ലൈറ്റായിട്ട് എന്തെങ്കിലും മതി ചേച്ചി. വല്ല ചപ്പാത്തിയോ പൊറോട്ടയോ ചിക്കൻ മട്ടൻ ബീഫ് അങ്ങനെ വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും. നമ്മുടെ തെക്കേപ്പറമ്പിലെ പുളിമാവുണ്ടല്ലോ ചേച്ചി, അതിലെത്തോണം നല്ലോണം മാങ്ങണ്ടായി. ഉപ്പുമാങ്ങയ്ക്ക് അതേ എടുത്തത്. ഒരെണ്ണം എടുത്ത് ചമ്മന്തി അരച്ചുണ്ടല്ലോ അളിയാ. സാധാരണ ഉണ്ടെന്ന് എന്റെ ഇരട്ടി ചോറണം. എന്തിനാ ഇരട്ടി ഉണ്ടെന്നത്? ആവശ്യത്തിനുണ്ടാ പോരെ? നിനക്കതിന്ന് കുറച്ച് ഉപ്പുമാങ്ങ എടുത്ത് ചേച്ചിക്ക് കൊണ്ടുവരായിരുന്നില്ലേ? ഞാൻ കൊണ്ടുവരാതിരിക്കുവോ? ഉപ്പുമാങ്ങ മാത്രമല്ല, കടുമാങ്ങച്ചാറ്, അരിയുണ്ട, മുറുക്ക് ഒക്കെ ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് തന്നല്ലേ അച്ഛൻ. എന്നിട്ട് എവിടെ? വരുന്ന വഴിയില് പാവം കുറെ കോളേജ് പിള്ളേര് സേവനമാരാണത്രേ. ഈ റോഡ് വെട്ടലും കുഴിമൂടലും പുല്ലുപറയൊക്കെ ആയിരുന്നു പണി. എന്നാ കഴിക്കാൻ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടളിയ. ചോറിന്റെ കൂടെ വെറും സാമ്പാറും മോരും മാത്രം. ഞാൻ ലാവിഷായിട്ട് നമ്മുടെ ഉപ്പുമാങ്ങയും കടുമാങ്ങയും ഒക്കെ എടുത്തു കൊടുത്തു. എന്റെ ചേച്ചി, അവറ്റകളുടെ ഒരു സന്തോഷം കാണണം. എന്റെ കണ്ണു നിറഞ്ഞുപോയി. നീ നന്നാവില്ലടാ, ഒരു കാലത്ത് നന്നാവില്ല. ഈ ചേച്ചി ഇങ്ങനെ പ്രാഗിട്ടാ ഞാൻ ഗതി പിടിക്കാത്ത. അതുപോട്ടെ, നീ എന്തിനാ ദുബായിലെ പണി കളഞ്ഞത്? കളഞ്ഞതല്ലോ, പോയതല്ലേ. അതാ ചോദിച്ചത് എങ്ങനെയാണെന്ന്. ആത്മാഭിമാനം ഉള്ളവർക്ക് അവിടെ പണിയെടുക്കാൻ പറ്റില്ല അളിയാ. അമേരിക്കൻ കമ്പനിയാണല്ലോ. അവരുടെ വിചാരം നമ്മളിപ്പോഴും അടിമകളാണെന്നാ.
ഒരു നിസാര തെറ്റിന് സൂപ്പർവൈസർ സാഹിബ് എന്റെ മുഖത്ത് നോക്കി ബ്ലഡി ഇന്ത്യൻസ് ഞാൻ കരണക്കുറ്റിക്ക് ഒറ്റടി വെച്ചു കൊടുത്തു. കമ്പ്യൂട്ടർ മേശ കൂടി തട്ടിപ്പറിച്ച് സായിപ്പ് തലം കുത്തി താഴെ. 24 മണിക്കൂറിനുള്ളിൽ വിസയും ക്യാൻസൽ ചെയ്ത് അവരെന്നെ നാട്ടിൽ തിരിച്ചെത്തിച്ചു. തിരുവല്ല അടുത്തളിയാ. വേറെ ഏതെങ്കിലും കമ്പനിയിൽ പുതിയൊരു വിസയ്ക്ക് ശ്രമിക്കാമായിരുന്നില്ലേ? എന്തിന്? ഒന്നാമത് അവിടുത്തെ കാലാവസ്ഥ. ചേച്ചി, ചൂടെന്ന് പറഞ്ഞാണ്ടല്ലോ പുറത്തിറങ്ങി ഒരുങ്ങി പോവും. അതൊക്കെ സഹിച്ച് അവിടെ ജീവിക്കുന്നതിനേക്കാളും ഭേദം നമ്മുടെ നാട്ടിൽ ഒന്ന് 10 വാഴ വയ്ക്കുന്ന. പിന്നെന്താ 10 വാഴ വെക്കാത്തത്? സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വെച്ചല്ലോ, 10 അല്ല 200 വെച്ചു. നല്ല ഒന്നാന്തരം നേന്ത്രവാഴ, ബാക്കിയുള്ള സ്ഥലത്ത് റബ്ബറും ഒക്കെ വെട്ടി നിരപ്പാക്കിയില്ല കർഷക സമിതിക്കാര്. എന്നിട്ട് ഒരു കൊടിയും കൊത്തി 4 മുദ്രാവാക്യവും വിളിച്ച് അവരങ്ങോട്ട് പോയി. ഞാൻ വിടുവോ? നമ്മുടെ കുറച്ച് സിൽബന്ധുകളായ വന്ന നേതാക്കന്മാരുടെ വീട്ടിൽ ചെന്ന് വാഴയും ചേമ്പും മരിച്ചിനും ഒക്കെ വിട്ട് നശിപ്പിച്ചു. അതിനവര് കത്തിയും വടിവാളൊക്കെ ആയിട്ട് നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിന്നൊരു വെല്ലുവിളി, ഇറക്കി വിടറാ വിനോദിനെന്ന്. ഒരാവേശത്തിൽ ഇറങ്ങിച്ചെന്ന് അവര് നമ്മളെ വെട്ടും. എല്ലാം ഒന്ന് കെട്ടടങ്ങുന്നവരെ അവിടെ നിന്നൊന്നും മാറിക്കാൻ അച്ഛൻ പറഞ്ഞതിന്റെ കാരണം അതാ. അപ്പൊ അടുത്തെങ്ങും അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അത് മാത്രല്ല അളിയ, ആലോചിച്ചപ്പോ എല്ലാവരും പറയുന്നത് ശരിയാ. എനിക്കൊരു ഗുരുവിന്റെ കുറവുണ്ട്. ജീവിതത്തെ വളരെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നേരിടാമെന്നത് വിജയിച്ച ഒരാളെ നോക്കി പഠിച്ചാലേ ശരിയാക്കും. ചേച്ചി, അച്ഛൻ പറയുന്ന പോലെ അതിന് അളിയനെ പോലെ പറ്റിയ വേറൊരാളില്ല. ഈ നിമിഷം മുതൽ അളിയനാണ് എന്റെ ഗുരു, ഈ വീടാണ് എന്റെ ഗുരുകുലം. എന്നാലും എന്റെ അളിയാ, എനിക്ക് ഈ പെണ്ണിനെ കാണുമ്പോഴാ. നിങ്ങളല്ലേ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞത്? ഉറങ്ങില്ല. ഏ ആ ഇത് ബിലഹരിയല്ലേ? അല്ല, മോഹന കല്യാണിയാണ്. മോഹന കല്യാണിയോ? നോക്കട്ടെ. സരിഗ പദ സാനിദ പമഗരി സ. കറക്റ്റാ കറക്റ്റാ. ഇതില് പ്രതിമധ്യമ ഉപയോഗിച്ചിരിക്കുന്നല്ലേ? സംഗീതം പഠിച്ചിട്ടുണ്ടോ? എന്താ പഠിച്ചിട്ടില്ലാത്തതെന്ന് ചോദിക്കേ. ഈ മോഹന കല്യാണിയില് പഴയൊരു സിനിമാ പാട്ടില്ലേ? കാളിന്തി തീരം തന്നിൽ നീ കായാമ്പൂവർണ്ണ കണ്ണ കാളിന്തി തീരം തന്നിൽ നീ കായാമ്പൂവർണ്ണ കണ്ണ. ഓരോരോ യുഗം തോറും ഓരോരോ ജന്മം തോറും ആരാധിക്കുവാനായും ജീവാത്മാവിതാ തേടുന്നു. ലക്ഷ്മി, എന്താ? നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? എത്ര മണിക്ക്? 10 മണിക്ക്. 10 മണിക്ക് ക്ലാസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ 9:30 മണിക്ക് ഇവിടെ ഇറങ്ങണം. 9:30 മണിക്ക് ഇവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ 8:30 മണിക്ക് കുളിച്ച് ഡ്രസ് ചെയ്യണം. 8:30 മണിക്ക് കുളിച്ച് ഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7:30 മണിക്ക് എണ്ണ തേച്ച് സോപ്പെടുത്ത് വെള്ളം നിറച്ച്. ഇപ്പൊ മണി എത്രയും? 7 കഴിഞ്ഞിട്ടേ ഉള്ളൂ. സമയം പോയി വെള്ളം എടുത്ത് എണ്ണ തേച്ച് സോപ്പെടുത്ത് പോ. എന്താ പ്ലാനിങ്? ഞാനാണ് 10 മണിക്ക് കോളേജിൽ എത്തണമെങ്കിൽ 9:30 കഴിഞ്ഞിട്ടേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കൂ. ഇതിപ്പോ 10, 9:30, 8:30, 7:30, 7. മോളിന് താഴോട്ടല്ലേ കണക്ക്? എന്തൊരു ദീർഘവീക്ഷണം! ഇനി എത്ര കാലം എടുത്തിട്ടാണെങ്കിലും ഈ ഗുരുകുലവാസം കൊണ്ട് ഞാൻ ഇതൊക്കെ അളിയന്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് ഇവിടുന്ന് പോകുള്ളൂ അളിയാ.